കർത്താവേ, നിന്നെ സ്വർഗ്ഗത്തിൽ നിന്നിഹേ കൊണ്ടു വന്നതോ നിൻ സ്നേഹമേ. ആകർഷിക്കാം എന്നെ പ്രിയ രക്ഷക, നീ മരിച്ച ക്രൂശിങ്കൽ. ആകർഷിക്കാം എന്നെ പ്രിയ രക്ഷക, നിന്നുടെ മാർവിങ്കൽ. तेरा मीठा प्यार और भी जानूंगा जब मैं जाऊंगा आसमान। जब मैं देखूंगा तेरे चेहरे को, तब खुश होगी मेरी Consecrate me now to thy service, Lord, by the power of grace divine. When my soul looked up with a steadfast love, and my weary lost in draw me nearer, 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 blessed Lord, to the cross where thou hast died. Draw me nearer, nearer, blessed Lord, to thy precious bleeding Son. Hallelujah. Come on, കരങ്ങൾ ഉയർത്തി കർത്താവിനെ എല്ലാവരും സ്തുതിച്ചാട്ടെ. Hallelujah. Praise God. Thank you. Praise God. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പട്ടണത്തിൽ നടത്തപ്പെടുന്ന HPFന്റെ രണ്ടാമത്തെ രാത്രിയിലേക്ക് കടന്നു വന്ന് നിങ്ങളുമായിട്ട് കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ എനിക്ക് കർത്താവ് ഒരുക്കി തന്ന പദവിയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ഈ വിശേഷാൽ ഈ കോൺഫറൻസിലേക്ക് എനിക്ക് സ്വാഗതം വരില്ലേ കർത്തൃദാസന്മാരോട് നന്ദി പറയുമ്പോൾ തന്നെ കടന്നു വന്ന എല്ലാ വിലപ്പെട്ട ദൈവഭക്തന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്നത്തെ ഈ കൂടിവരവ് ചെയ്യുന്ന എൻ്റെ വാത്സല്യ സഹോദരൻ പാസ്റ്റർ വിൽസൺ വർക്കി അവർ, അതുപോലെ HPFന് നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ മാത്യു കെ ഫിലിപ്പ്, എനിക്ക് ശേഷം സംസാരിക്കാൻ പോകുന്ന റവറൻ ആൻഡ്രൂ പിൻഡ, അതുപോലെ മറ്റെല്ലാ വിലപ്പെട്ട ദൈവ മക്കൾ ഇതിനകത്തും അതുപോലെ PDAയിലൂടെ കർത്താവിൻ്റെ ഈ കൂട്ടായ്മയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഐ വാണ്ട് ടു താങ്ക് ഗോഡ് ഫോർ ഈച്ച് വൺ ഓഫ് യു. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അല്പസമയം തിരുവചന ധ്യാനത്തിന് മറ്റ് മുഖവിലയിലേക്കൊന്നും പ്രവേശിക്കാതെ അല്പസമയം തിരുവചന ധ്യാനത്തിനായിട്ട് ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് ധ്യാനിക്കാം. അതിൻ്റെ
19 18 19 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഫ്രം ദ ബുക്ക് ഓഫ് ഗോസ്പൽ അക്കോർഡിംഗ് ടു ലൂക്ക് ചാപ്റ്റർ 7 വേഴ്സസ് 18 and 19. ആർക്കെങ്കിലും ഒന്ന് ശബ്ദത്തിൽ ഇതൊക്കെയും യോഹന്നാന്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു. അപ്പോൾ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ചു, കർത്താവിന്റെ അടുക്കൽ അയച്ചു വരുവാനുള്ളവൻ നീയോ, അല്ല ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു. വേദപുസ്തകത്തിലെ ചിന്തനീയമായ ഒരു ചോദ്യ ശേഖരമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവിനെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ വന്ന ഒരു സംശയമാണ്. പ്രൈസ് ഗോഡ്. ജീവിതത്തിൽ ആർക്കും എല്ലാവരുടെ ജീവിതത്തിലും ചോദ്യചിഹ്നങ്ങൾ വരാറുണ്ട്. വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമ ഭക്തന്മാർ ദൈവത്തോട് ചോദ്യം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ദൈവത്തോട് ചോദ്യം ചെയ്യാൻ കാണുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശു കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് തൊട്ട് മുന്നേയുള്ള സമയങ്ങളിലാണ് ഇങ്ങനെയുള്ള ചോദ്യചിഹ്നങ്ങൾ കാണുന്നത്. എന്നാൽ യേശു കർത്താവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം, ദൈവസഭയുടെ പിറവിക്ക് ശേഷം ദൈവത്തോട് ചോദ്യം ചെയ്ത സംഭവങ്ങൾ വളരെ കൃത്യതയോടെ നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നില്ല. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരാലോചനയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കേണ്ടതിന് പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിപ്പി. പ്രൈസ് ഗോഡ്. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ധ്യാനം എന്നുള്ളത് യേശു കർത്താവിനെ ധ്യാനിക്കുന്ന ധ്യാനമാണ്. പ്രൈസ് ഗോഡ്. പ്രതികൂലങ്ങളിൽ ആശ്വാസവും ഫലവും ഉൾക്കരുത്തും തരുന്നത്, നിരാശ നേരിടുമ്പോൾ നമുക്ക് ഫലവും ശക്തി തരുന്നത് യേശുവിനെ ധ്യാനിക്കുന്നത്. പക്ഷെ യേശുവിനെ ധ്യാനിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിപ്പിൻ. ഇവിടെയാണ് പഴയ നിയമ പുതിയ നിയമ ഭക്തന്മാരെ 2 ഗണമായി പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നത്. പഴയ നിയമത്തിലേക്ക് കടന്നു പോകുമ്പോൾ പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവത്തോട് മരണം ആഗ്രഹിച്ച, അല്ലെങ്കിൽ ദൈവത്തോട് എന്നെ എടുക്കണമേ അല്ലെങ്കിൽ മരണം ചോദിച്ച പലരെ കാണുവാൻ സാധിക്കും. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ മോശ പോലും ഏകദേശം ഒരു 10-30 ലക്ഷത്തിലധികം ജനത്തെ നയിച്ച മോശ പോലും ജീവിതത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ കൃപ തോന്നി എന്നെ അങ്ങ് കൊല്ലണം, എടുക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർമ്മേലിന്റെ മുകളിൽ അതിശക്തമായ ശുശ്രൂഷ ചെയ്ത, സ്വർഗത്തിൽ തീ ഇറക്കി വലിയ ശുശ്രൂഷ, ശക്തമായ ശുശ്രൂഷ ചെയ്ത ഏലിയാവിന്റെ ജീവിതത്തിലും ഒരു വധഭീഷണി വന്നപ്പോൾ അതിന് മുമ്പിൽ പതറിപ്പോയിട്ട് ശുശ്രൂഷ അവസാനിച്ചു എന്ന് നനച്ചുകൊണ്ട്, ഇതിനപ്പുറത്തിനി ശുശ്രൂഷയില്ല എന്ന് വിചാരിച്ച് ഓടിപ്പോയി കൂടെയുള്ള ശിഷ്യനെയും കൂടെ ഭവനത്തിലേക്ക് പറഞ്ഞയച്ച ശേഷം മരുഭൂമിയിൽ രക്ഷപ്പെടുവാൻ പോയിട്ട് മരുഭൂമിയിൽ താൻ ഇങ്ങനെ ഉഴന്ന് നടന്ന് അവസാനം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ മതി, എന്നെ എടുക്കണമേ. ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ 30-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞെരുക്കത്തിലിരിക്കുന്ന എത്രയോ പേരെ ഞാൻ പോയി സഹായിച്ചിട്ടുണ്ട്, കരയുന്നവരെ ഞാൻ പോയി ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്തപ്പോഴും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? ഞാൻ വെളിച്ചത്തിനായി കാത്തിരുന്നു, ഇരുളത്രേ വന്ന് വീണത്. നന്മയ്ക്കായി കാത്തിരുന്നു, അയ്യോ തിന്മയത്രേ വന്നു ഭവിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? 1 ലക്ഷത്തിലധികം പേര് വരുന്ന ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സന്ദേശം, മാനസാന്തര സന്ദേശം പ്രസംഗിക്കുവാൻ അയക്കപ്പെട്ട യോന പോലും, യോനയുടെ പുസ്തകം 4-ാം അധ്യായം വായിക്കുമ്പോൾ ഒരാവണക്കിന്റെ ചുവട്ടിൽ കിടന്നുകൊണ്ട് മരിപ്പാൻ ദൈവത്തോട് ചോദിക്കുക, എന്നെ എടുക്കണമേ കർത്താവേ. എന്നാൽ പഴയ നിയമ ഭക്തന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ നല്ലൊരു പങ്കും പഴയ നിയമ പ്രവാചകന്മാര് മടുപ്പിലൂടെ കടന്നു പോയവരാണ്. അതിന്റെ അർത്ഥം അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ദൈവം ഏൽപ്പിച്ചു കൊടുത്തു എന്നല്ല, പക്ഷെ അതിൽ നിന്നും കർത്താവ് അവരെ പുറത്തു കൊണ്ടുവന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ, ഖബറടക്ക, പുനരുത്ഥാനത്തിന് ശേഷം ഈ ചിന്താഗതികൾക്ക് മുഴുവനും മാറ്റം സംഭവിക്കുകയാണ്. പ്രൈസ് ഗോഡ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമ ഭക്തന്മാരെക്കാൾ കൊടിയ തീച്ചുളയിലൂടെ, പഴയ നിയമ ഭക്തന്മാരെക്കാൾ കൊടിയ പീഡനത്തിലൂടെ, അന്ന് മാത്രമല്ല ഇന്നും നമ്മളിവിടെ ഇരിക്കുമ്പോഴും ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ, എൻ്റെ ശുശ്രൂഷയുടെ മുഖ്യ ഭാഗമാണ്,
ലോകത്തിലെ അനേക രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് പേര് തടവ് ക്യാമ്പുകളിൽ കിടക്കുന്ന രാജ്യങ്ങളുണ്ട്. അനേകരിന്ന് തടവറയിൽ കിടക്കുന്നവരുണ്ട്. അനേകര് എന്തൊക്കെ സംഭവിച്ച് എത്ര വർഷമായി തടവറയിൽ കിടക്കുന്നു, ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. എത്രയോ പേര് ജീവനോടെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട് കർത്താവിന്റെ നിമിത്തമായി. എന്നാൽ ഹല്ലേലൂയ, കർത്താവിനെ തള്ളി പറയാൻ മനസ്സ് വെച്ചിരുന്നെങ്കിൽ അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. അതിന്റെ അർത്ഥം കർത്താവിനെ തള്ളിക്കളയുവാൻ മനസ്സില്ലാതെ കർത്താവിന് വേണ്ടി മരണം ആശ്ലേഷിപ്പാൻ മനസ്സൊരുക്കമുള്ള ഭക്തന്മാരെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിന്റെ 2-ാം പകുതിയിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, വേറെ ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റുവെന്നാണ്. പ്രൈസ് ഗോഡ്. അതിന്റെ തനതായ ഭാഷാന്തരം, കൃത്യമായ ഒരു മലയാള അർത്ഥം അല്ലെങ്കിൽ മീനിങ് നമുക്ക് നമ്മുടെ ഭാഷയിൽ കിട്ടിയിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന others they were tortured until death, not accepting deliverance, for they knew there will be a better resurrection. ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് അവർ മുന്നിൽ കണ്ടതുകൊണ്ട് ജീവിതത്തിൽ മരണം ആശ്ലേഷിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ, കൊടിയ പീഡനം വന്നപ്പോഴും, അവര് തങ്ങളുടെ മുമ്പിൽ വാളുകൾ വന്നപ്പോഴും ആ വാളുകളെ പോലും കണ്ടത് കർത്താവിന്റെ സന്നിധിയിലേക്ക് പറന്നുയരുവാനുള്ള ചിറകുകളായിട്ടായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു വന്നത്, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മടുത്തു എന്ന ഒരു സംഭവം നമ്മൾ കാണുന്നില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കേണ്ടതിന് പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിപ്പിൻ. ഞാൻ പെട്ടെന്ന് ഈ വായിച്ച ഭാഗത്തേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുവരട്ടെ. സ്തോത്രം. ഇന്ന് പ്രത്യേകിച്ച് മിഷണറിമാരെ ആദരിച്ച ഒരു ദിവസം, അല്ലെങ്കിൽ ആദരിക്കുന്ന ഒരു ദിവസം കൂടി ആയതുകൊണ്ട് ഒരു മിഷൻ പെർസ്പെക്റ്റീവിൽ, ശുശ്രൂഷ അഭിമുഖമായിട്ട് ചില കാര്യങ്ങൾ അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിന്ന് ഞാൻ സംസാരിച്ചിരിക്കാനായിട്ട്, എത്രയും പെട്ടെന്ന് സംസാരിച്ചിരിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇവിടെ യോഹന്നാൻ സ്നാപകൻ തന്റെ ജീവിതത്തിൽ തടവറയുടെ അനുഭവം വന്നപ്പോൾ മത്തായി 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യോഹന്നാൻ തടവിലായി എന്ന വാർത്ത കേട്ടപ്പോൾ യേശു അവിടെ നിന്ന് വാങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്നാണ്. എന്തുകൊണ്ടാണ്? Why did Jesus walk away from John on hearing about his imprisonment? യോഹന്നാന്റെ തടവറയെ കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് യേശു കർത്താവ് യോഹന്നാനെ ചെന്ന് കാണാതെ അവിടെ നിന്ന് മാറിപ്പോയത്? രണ്ട് തരത്തിൽ യേശുവിനെ യോഹന്നാന്റെ അവസ്ഥയിൽ ചെന്ന് കാണുവാനുള്ള മാനുഷികമായ, ധാർമ്മികമായ ഒരു കടപ്പാട് മാനുഷിക അവസ്ഥയിൽ വീക്ഷിച്ചാൽ കർത്താവിനുണ്ടായിരുന്നു. കാരണം യേശുവിന്റെ അമ്മയായ മറിയയും യോഹന്നാന്റെ അമ്മയായ എലിസബത്തും കസിൻ സിസ്റ്റേഴ്സ് ആയിരുന്നു, ചാർച്ചക്കാരായിരുന്നു. രണ്ടാമത്, യേശുവിനെ സ്നാനപ്പെടുത്തിയ വ്യക്തി എന്ന നിലയിൽ യേശുവിന് യോഹന്നാനെ പോയി കാണുവാനുള്ള മാനുഷികമായ ചിന്തയിൽ ധാർമ്മികമായ ഒരു കടപ്പാട് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് രണ്ടും കർത്താവ് ചെയ്തില്ല. പക്ഷേ കർത്താവ് എന്തുകൊണ്ടാണ് മാറിപ്പോയത്? പ്രൈസ് ഗോഡ്. അതിന്റെ അർത്ഥം യോഹന്നാൻ ചോദിച്ചത് ശരിയാകാത്തത് കൊണ്ടല്ല, യോഹന്നാൻ ചിന്തിച്ചത് തെറ്റായിപ്പോയി എന്നത് കൊണ്ടല്ല. There are certain moments in the life where you will experience God remain silent. ജീവിതത്തിൽ ചില മേഖലകളിലൊക്കെ ദൈവം നിശബ്ദത പാലിക്കുന്നത് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കർത്താവ് നിശബ്ദത പാലിക്കുന്നു എന്നതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ നിയന്ത്രണം ഇല്ല എന്നല്ല. കർത്താവ് മിണ്ടാതിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം കർത്താവ് കൈവിട്ടു എന്നല്ല. വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു പ്രത്യേക അനുഭവമാണ് ഇരുട്ടിന്റെ പാതാവ് എന്നുള്ളത്. 23-ാം സങ്കീർത്തനം പറയുന്നത്, മരണനിഴലിൻ പാതയിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. പ്രൈസ് ഗോഡ്. Even though I walk through the valley of the shadow of death, ഞാൻ ഒരനർത്ഥവും I will fear no evil, for thou art with me. എന്നാൽ 5-ാമത്തെ വാക്യം പറയുന്നത്, you prepare a table before me, not in the absence of my enemies, but in the presence of my enemies. Praise God. As Christians, ക്രൈസ്തവരായ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്, we choose to become comfortable and joyous and rejoicing in the absence of our challenges. നമ്മളെപ്പോഴും സന്തോഷിപ്പാൻ ആഗ്രഹിക്കുന്നത് പ്രതികൂലങ്ങളില്ലായ്മയിലാണ്, പ്രശ്നങ്ങളില്ലായ്മയിലാണ്, രോഗങ്ങളില്ലായ്മയിലാണ്. പക്ഷേ ഒരു ദൈവഭക്തനെ കർത്താവ് സന്തോഷിപ്പിക്കുന്നത് പ്രതികൂലങ്ങളുടെ ഇല്ലായ്മയിലല്ല, പ്രതികൂലത്തിന്റെ നടുവിലും ദൈവം നമ്മെ സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്ന ദൈവമാണ്.
സങ്കീർത്തനം 4-ാം അധ്യായത്തിൽ പറയുന്നത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അത് വർദ്ധിച്ചവർക്ക് അത് നിമിത്തമുണ്ടായതിനേക്കാൾ സന്തോഷം നീ എന്റെ ഉള്ളത്തിൽ തന്നു. അതുകൊണ്ട് സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങും. അത്തി തടുത്തില്ലെങ്കിലും മുന്തിരി ഫലം കായ്ച്ചില്ലെങ്കിലും ഒരു വൃക്ഷത്തിന്റെ അധ്വാനം നിഷ്ഫലമായി പോയാലും നിരമാഹാരം വിളയിച്ചില്ലെങ്കിലും ഗോശാലകളിൽ കന്നുകാലികൾ ഇല്ലാതെ പോയാലും ആട്ടിൻകൂട്ടത്തിൽ ആടുകൾ ഇല്ലാതെ പോയാലും ഞാൻ യഹോവയിൽ തന്നെ ആനന്ദിക്കും. കാരണം എൻ്റെ സന്തോഷത്തിന്റെ അടിസ്ഥാനം എൻ്റെ സമ്പത്തല്ല, എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എൻ്റെ കർത്താവാണ്. ഇന്ന് രാത്രി ആ ഒരു തിരിച്ചറിവ് പ്രാപിച്ച ദൈവമക്കൾക്ക് എത്രത്തോളം ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തില് യേശു കർത്താവിന്റെ ഒരു നിശബ്ദത തന്റെ ജീവിതത്തിൽ നേരിടുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ മത്തായി 4-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് യോഹന്നാൻ തടവിലായപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കിലേക്ക് ആളയക്കുകയാണ്. എന്തുകൊണ്ടാണ് യോഹന്നാന്റെ അടുക്കൽ യോഹന്നാൻ യേശുവിന്റെ അടുക്കൽ ആളെ അയക്കുന്നത്? കാരണം യോഹന്നാൻ വളർത്തപ്പെട്ട പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോഴാണ് you will also recognize or identify the secret behind the expectation that John the Baptist had on Jesus. യേശുവിനെ യോഹന്നാൻ പ്രതീക്ഷിച്ചതിന്റെ പിറകിലുള്ള രഹസ്യം എന്നുള്ളത് യോഹന്നാന്റെ പശ്ചാത്തലം പഠിക്കുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി വീറോടെ നേരോടെ നീതിയോടെ ശോഭിച്ച അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാൽ വളർത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ, രണ്ടാമത് യേശുവിന്റെ മുന്നോടിയായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന തിരിച്ചറിവ് മാതാപിതാക്കളെ ലഭിക്കപ്പെട്ടത് കൊണ്ടായി പ്രൈസ് ഗോഡ് യോഹന്നാന് തീർച്ചയായും മെശിഹായെ കുറിച്ചുള്ള ഒരു പശ്ചാത്തലം നന്നായിട്ട് അറിയാമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 80-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കുന്ന നാൾ വരെ മരുഭൂമിയിലായിരുന്നു. എന്നെ വളരെ പിടിച്ചു കുലുക്കിയൊരു ഭാഗമാണ്. ജീവിതത്തിൽ എല്ലാ ഭക്തന്മാരുടെ ജീവിതത്തിലും ഒരു വഴിത്തിരിവിന്റെ കാലഘട്ടമുണ്ട്. യെശയ്യാ 30-ൽ പറയുന്നത്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ, ഏത് ദിശയിലേക്ക് തിരിയണമെന്നറിയാതെ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, വഴിയതാകുന്നു മകനെ, വഴിയതാകുന്നു മകളെ, ഇതിൽ നടന്നുകൊള്ളുന്ന ശബ്ദം പിറകിൽ നിന്ന് കേൾക്കും. ജീവിതത്തിന്റെ വഴിത്താരയിലൂടെ നമ്മൾ സഞ്ചരിക്കും. കുഞ്ഞുങ്ങളാകുമ്പോൾ അവർ വളർന്നു വരുന്ന പ്രത്യേക കാലഘട്ടം വരുമ്പോൾ വഴിത്തിരിവിന്റെ കാലഘട്ടമാണ്. വിദ്യാഭ്യാസത്തിന് നിർണായകമായ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വഴിത്തിരിവിന്റെ കാലഘട്ടമാണ്. ഇതുപോലെ എല്ലാ മേഖലകളിലും ശുശ്രൂഷന്മാരുടെ ജീവിതത്തിലും മാതാപിതാക്കളുടെ ജീവിതത്തിലും എല്ലാവരുടെ ജീവിതത്തിലും വഴിത്തിരിവിന്റെ ഒരു തലം നമ്മൾ കാണുവാൻ സാധിക്കും. പക്ഷെ ഈ വഴിത്തിരിവിൽ നമ്മൾ എടുക്കുന്ന തെരഞ്ഞെടുപ്പാണ് ജീവിതകാലം മുഴുവനും പിന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ നമ്മൾ കാണുന്നത് യോഹന്നാനെ കുറിച്ച് തിരുവെഴുത്ത് പറയുകയാണ്, the child grew up and became strong in the spirit and he was in the wilderness until the day of his appearance before Israel. ഇസ്രായേലിൽ തന്നെത്താൻ കാണിക്കുന്ന നാൾ വരെ അവൻ മരുഭൂമിയിലായിരുന്നു. ജീവിതത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ പാത. ഇപ്പോൾ യോഹന്നാന്റെ മുമ്പിൽ 2 വഴികൾ തന്റെ മുന്നിലുണ്ട്. ഒന്ന്, താൻ ജനിച്ചു വളർന്ന പൈതൃകം എന്ന പാരമ്പര്യമുണ്ട്. 2, തനിക്ക് ലഭിച്ച പരിചരണത്തിന് മാതാപിതാക്കളെ തനിക്ക് ലഭിച്ച തിരിച്ചറിവിനനുസരിച്ചുള്ള മറ്റൊരു ചോയ്സ്, ഒരു തിരഞ്ഞെടുപ്പ് തന്റെ മുമ്പിലുണ്ട്. പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ തന്റെ മുമ്പിൽ പൂർവികന്മാരുടെ പൈതൃകത്തിൽ സഞ്ചരിച്ചാൽ തന്റെ ജീവിതം ചെന്ന് അവസാനിക്കുന്നത് ആലയത്തിലെ ഒരു ശുശ്രൂഷയിലും ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഭാവിയിലെ ഒരു മഹാപുരോഹിതൻ ആലയത്തിലെ പുഷ്ടിഭോജനം കൊണ്ട് തൃപ്തി അടഞ്ഞ് ജീവിക്കേണ്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനെ തീരാനുള്ള എല്ലാ യോഗ്യതകളും അതിനുള്ള പശ്ചാത്തലവും അതിനുള്ള പൈതൃകവും തറവാടിത്വവും എല്ലാം കുലീനത്വം വരെ യോഹന്നാൻ ഉണ്ടായിരുന്നു. പക്ഷേ താൻ മറ്റൊരു തെരഞ്ഞെടുപ്പ് തന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. അത് താൻ എന്തിനായി നിയോഗിക്കപ്പെട്ടോ ആ തിരഞ്ഞെടുപ്പ് താൻ തിരിച്ചറിഞ്ഞു. പക്ഷെ അത് തന്നെ എത്തിച്ചത് മരുഭൂമിയിലായിരുന്നു. പ്രൈസ് ഗോഡ്. ഒരു പക്ഷെ മാനുഷിക വീക്ഷണം വെച്ച് നോക്കുമ്പോൾ മനുഷ്യന്റെ വീക്ഷണത്തിൽ തെരഞ്ഞെടുപ്പ് മണ്ടത്തരം എന്ന് തോന്നിയേക്കാം. പക്ഷെ അതിന്റെ അവസാനം എന്നുള്ളത് നിത്യതയാണ്. Come on, hallelujah. Hallelujah, praise God. നാം എടുക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ആരംഭത്തിൽ ഒരു പക്ഷേ പലതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകണമെന്നില്ല, പലർക്കും അതിന്റെ സാരാംശം മനസ്സിലാകണമെന്നില്ല. എന്നാൽ ദൈവിക കർത്താവ് നേരെ നമ്മൾ കേട്ടതുപോലെ നാം എടുക്കുന്ന തിരഞ്ഞെടുപ്പിൽ കർത്താവ് ഉണ്ടെങ്കിൽ ആര് കൂടെ ഇല്ലെങ്കിലും നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല.
നാം എടുക്കുന്ന തിരഞ്ഞെടുപ്പിൽ കർത്താവില്ലെങ്കിൽ ലോകത്തിൽ എത്ര പേരും കൂടെ ഉണ്ടെങ്കിലും ആ ജീവിതം എന്നും ദുരന്തമായിരിക്കും. യോഹന്നാൻ തിരഞ്ഞെടുത്ത പാതാവ് ഒരു ഏകാന്തതയുടെ ഒരു പാതാവായിരുന്നു. മാനുഷിക വീക്ഷണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്റെ ജീവിതം മുഴുവൻ മരുഭൂമിയിലായിരുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതായത് പ്രാകൃതമായ രീതിയിലുള്ള ജീവിതമായി, തന്റെ ഭക്ഷണം മറ്റൊന്നായി, തന്റെ വസ്ത്രധാരണം മറ്റൊന്നായിരുന്നു. പക്ഷെ അതിൽ കർത്താവ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അങ്ങനെ കർത്താവിന് വേണ്ടി വില കൊടുത്ത ഒരു ഭക്തന്റെ ജീവിതത്തില് ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കർത്താവിനെ കുറിച്ചുള്ള നല്ല, അല്ലെങ്കിൽ മെശിഹായെ കുറിച്ചുള്ള നല്ലൊരു തിരിച്ചറിവ് തിരുവെഴുത്തുകളിലൂടെ മാതാപിതാക്കളാൽ തനിക്ക് ലഭിച്ച പൈതൃകത്തിൽ നിന്നും താൻ പ്രാപിച്ചിരുന്നു. അങ്ങനെ തന്റെ ജീവിതത്തിൽ തടവറ വന്നപ്പോൾ ഒരുപക്ഷെ ആദ്യം ചിന്തിച്ചത്, താൻ വിശ്വസിച്ച, താൻ ആരെ സ്നാനപ്പെടുത്തിയോ, താൻ ആരുടെ മുന്നോടിയായിട്ട് കടന്നു വന്നു, ആയവൻ തടവുകാർക്ക് വിടുതൽ കൊടുക്കുന്നവനാണെന്നുള്ള ഒരു തിരിച്ചറിവ് തന്റെ അകത്തുണ്ടായിരുന്നു. യെശയ്യാപ്രവാചകന്റെ ചുരുളുകളിൽ ആ ഒരു ഭാഗം കാണുന്നു. അവൻ തടവുകാർക്ക് വിടുതൽ കൊടുക്കുന്നവനാണ്, ബദ്ധന്മാരെ വിടുവിക്കുന്നവനാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ യേശു കർത്താവിന്റെ അടുക്കിലേക്ക് അയച്ച ശേഷം പറയുകയാണ്, യോഹന്നാൻ തടവിലാണ്. കർത്താവ് ഇത് കേട്ട ഉടനെ തന്നെ പേടിച്ചോടുകയല്ല, കർത്താവ് മറ്റൊരു സ്ഥലത്തേക്ക് വാങ്ങിപ്പോവുകയാണ്. വീണ്ടും യോഹന്നാൻ സംശയമായി, എന്തുകൊണ്ടാണ് ഞാൻ ഈ കർത്താവ് മശിഹ എന്തുകൊണ്ടാണ് എന്നെ വിടുവിക്കാത്തത്? പ്രൈസ് ഗോഡ്. എന്നാൽ തന്റെ ശിഷ്യന്മാരെ യോഹന്നാൻ യേശു കർത്താവിന്റെ ശുശ്രൂഷകളെ കുറിച്ചൊന്ന് അറിയുവാനായിട്ട് ഒരവലോകനം നടത്തുവാനായി കർത്താവിന്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്. അവരെല്ലാം കൊടുക്കുന്ന റിപ്പോർട്ട്, ഇവൻ എവിടെ പോയാലും അത്ഭുതമാണ് നടക്കുന്നത്. പ്രൈസ് ഗോഡ്. അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു, കുരുടർക്ക് കാഴ്ച ലഭിക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു. ഇങ്ങനെ അത്ഭുതങ്ങളുടെ വലിയൊരു പരമ്പര തന്നെ യോഹന്നാന്റെ ശിഷ്യന്മാർ ദർശിക്കുമ്പോൾ യോഹന്നാൻ ഇത് തന്നെ പോയി റിപ്പോർട്ട് കൊടുക്കുകയാണ്. വീണ്ടും യോഹന്നാൻ യേശുവിന്റെ അടുക്കൽ നേരിട്ട് ആളയച്ച് ചോദിക്കുകയാണ്, ആർ യു ദ കമ്മിങ് വൺ or do we wait for another? വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ വേറൊരുത്തരെ കാത്തിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവ് അതിന് പ്രതികരണം എന്നോണമായി. എന്തായിരുന്നോ യോഹന്നാൻ യേശുവിനെ കുറിച്ച് പഴയ നിയമ തിരുവെഴുത്തുകളിന്റെ വെളിച്ചത്തിൽ യോഹന്നാൻ യേശുവിനെ കുറിച്ച് ചിന്തിച്ചത്, ആ ചിന്തയ്ക്ക് കൃത്യമായ മറുപടിയായി ഈ ശിഷ്യന്മാർ കാണുക യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ഇതിന് പറഞ്ഞു, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, എളിയവരോട് സദ്വർത്തമാനം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ചെന്ന് യോഹന്നാനെ അറിയിപ്പിൻ. എന്നിട്ട് അടിക്കുറിപ്പിട്ട് കർത്താവ് ഒരു പദം പറഞ്ഞു, എന്നാൽ പ്രൈസ് ഗോഡ്, എങ്കിൽ ഇടറി പോകാത്തവനെല്ലാം ഭാഗ്യവാൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എന്നോടും നിങ്ങളോടും ബുദ്ധി ഉപദേശിക്കാനുള്ളത്, പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന് മറുപടി ലഭിച്ചില്ല എന്ന് വെച്ച് ഒരിക്കലും കർത്താവിന്റെ സന്നിധി ഇടറി പോകരുത്. പ്രൈസ് ഗോഡ്. ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾ ആഗ്രഹിച്ച് നടന്നില്ല എന്നതിന്റെ അർത്ഥം ദൈവം കൈവിട്ടു എന്നതല്ല. പ്രൈസ് ഗോഡ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മളെല്ലാം കടന്നു പോകുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. ഇരുട്ട് അല്ലെങ്കിൽ ഇരുട്ടിന്റെ തലം അല്ലെങ്കിൽ കൂരിരുൾ താഴ്വര ക്രിസ്തീയ ജീവിതത്തിലെ ഒരു പ്രത്യേക ഒരു പാതാവാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എല്ലാം അവസാനിച്ചു എന്നല്ല. അടുത്ത ഭാഗം പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, the spirit of the Lord was hovering upon it. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തനം ചെയ്തുകൊണ്ടിരുന്നു. അവിടെയും അവസാനിക്കുകയല്ല. അടുത്തത് നമ്മൾ കാണുന്നത് സൃഷ്ടിപ്പിന്റെ മനോഹാരിത. ദൈവം കൽപ്പിക്കുകയാണ്, വെളിച്ചമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏതെങ്കിലും മേഖലകളിൽ ഇന്ന് രാത്രി ഇതിനകത്തോ അല്ലെങ്കിൽ ഈ ശബ്ദത്തിനുള്ളിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, if you are experiencing the situations or circumstances of passing through the darkest hours in the life, ജീവിതത്തിലെ ഏതെങ്കിലും മേഖലകളിൽ ഇരുട്ടിന്റെ പാതാവിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഒരിക്കലും ചിന്തിക്കരുത് ദൈവം കൈവിട്ടു എന്നുള്ളത്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഇരുട്ട് എന്നുള്ളത് പുതിയൊരു അധ്യായത്തിന് തൊട്ടു മുന്നേയുള്ള ഒരു കാലഘട്ടമാണ്. വേദപുസ്തകത്തിൽ ദൈവം തന്റെ ഭക്തന്മാരെ ആരെയൊക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ അവരെല്ലാം കർത്താവ് ഈ ഒരു ഓഫ് ടൈം പീരീഡിലൂടെ, ഒരുപക്ഷെ അതിന് ഐസൊലേഷൻ എന്നോ സോളിറ്ററിനെസ് എന്നോ ഏകാന്തതയെന്നോ ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാം, അതിലൂടെ ദൈവം കടത്തിവിടുമ്പോൾ അതിൽ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കണ്ണും അതുവരെ കാണാത്ത, ഒരു ചെവി കേൾക്കാത്ത, ആരുടെ ഹൃദയത്തിൽ തോന്നാത്ത ശ്രേഷ്ഠകരമായ പുതിയൊരു അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. ഞാൻ പെട്ടെന്ന് വീണ്ടും മടങ്ങി വരട്ടെ. സ്തോത്രം. ഇങ്ങനെ
യോഹന്നാന്റെ ശിഷ്യന്മാർ കാണുക കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പക്ഷെ ഒരു കാര്യം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, യോഹന്നാന്റെ വിഷയത്തിൽ കർത്താവ് ഇടപെട്ടില്ല, കർത്താവ് നിശബ്ദത പാലിച്ചു. പക്ഷേ യോഹന്നാൻ നേരിട്ട തന്റെ അവസാനം എന്നുള്ളത് ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവം നിർണയിച്ച മഹത്വകരമായ അന്ത്യമായിരുന്നു. പ്രൈസ് ഗോഡ്. ഇനി ശുശ്രൂഷ അഭിമുഖമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ, ഒരു ദൈവിക ശുശ്രൂഷയെ കുറിച്ച് പഠിക്കുമ്പോൾ ഏതൊരു ഭക്തന്റെ ജീവിതത്തിലും ശുശ്രൂഷയുടെ രണ്ട് പ്രധാനപ്പെട്ട തലങ്ങളുണ്ട്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം വായിക്കുമ്പോൾ, 24-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവം മോശയോട് പറയുകയാണ്, നീയും അഹ്റോനും അതുപോലെ അഹ്റോന്റെ രണ്ട് മക്കളായ അബീഹും നാദാബും അതുപോലെ 70 മൂപ്പന്മാരും ഇവിടെ പർവ്വത മുകളിലേക്ക് കയറി വരട്ടെ. എന്നിട്ട് പറയുകയാണ്, ജനത്തെ മുഴുവനും പർവ്വതത്തിന്റെ താഴ്വാരത്തിങ്കൽ കൂട്ടിയിരുത്തുക, നിങ്ങൾ മാത്രം പർവ്വത മുകളിലേക്ക് കയറി വരിക. എന്നിട്ട് ദൈവം മോശയോട് എക്സ്ക്ലൂസീവായിട്ട് പറയുകയാണ്, ലെറ്റ് മോസസ് അലോൺ കം ടു മീ, മോശ മാത്രം എൻ്റെ അടുക്കിലേക്ക് വരട്ടെ. എന്നാൽ പുറപ്പാട് 3-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഉൾപ്പടർപ്പിന്റെ നടുവിൽ വെച്ച് മോശയ്ക്കുണ്ടായ ദൈവിക വെളിപ്പാടിൽ ഈ കാഴ്ച എന്തെന്ന്, ഈ അസാധാരണമായ കാഴ്ച എന്തെന്ന് കാണുവാൻ മോശ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആകയാൽ ഇങ്ങോട്ട് അടുത്തു വരരുത്, കാലിൽ നിന്നും ചെരുപ്പഴിച്ച് കളയുക. എന്നാൽ ആ ദൂരെ നിന്ന് ദൈവം മോശയോട് സംസാരിച്ച നിയോഗത്തിൽ നിന്നായിരുന്നു പിന്നീട് അന്ന് വരെ 23-ാം അധ്യായം വരെയുള്ള ശുശ്രൂഷകൾ മുഴുവൻ മോശ തികച്ചെടുത്തത്. 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശയോട് ദൈവം പറയാണ്, മോശ മാത്രം ഇങ്ങോട്ട് അടുത്തു വരട്ടെ. അതിന്റെ അർത്ഥം മോശയുടെ ശുശ്രൂഷ മാറുകയായിരുന്നു. Come on, hallelujah, praise God. അവിടെ ഞാൻ പറഞ്ഞു ഇതൊരു ശുശ്രൂഷ അഭിമുഖമായിട്ടാണ്. ഇത് രാത്രി അടുത്തൊരു 10 മിനിറ്റുള്ളിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞിരിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം, പ്രൈസ് ഗോഡ്. ഇവിടെ മോശയുടെ ശുശ്രൂഷ പിന്നീട് മാറുകയാണ്. ഒരു പക്ഷെ നമ്മൾ ചോദിച്ചേക്കാം, മോശ ചെയ്ത ഏറ്റവും വലിയ ശുശ്രൂഷ എന്നുള്ളത് മിസ്രൈമിൽ വരുത്തിയ ദൈവത്തിന്റെ കൈയാലൂടെ വരുത്തിയ വലിയ അത്ഭുതങ്ങളായിരിക്കാം, ബാധകളായിരിക്കാം, കടിഞ്ഞൂൽ സംഹാരമായിരിക്കും, ഇതെല്ലാമായിരിക്കാം, പെസഹയൊക്കെ ചെയ്തു. പക്ഷേ ഒരുപക്ഷെ പിന്നെ പറഞ്ഞേക്കാം, ചെങ്കടലിനെ വിഭജിച്ചതാണ് മോശ ചെയ്ത ഏറ്റവും വലിയ ശുശ്രൂഷ എന്നുള്ളത്. പക്ഷേ കർത്താവിന്റെ വീക്ഷണത്തിൽ, കർത്താവിന്റെ നോട്ടത്തിൽ മോശയെ കൊണ്ട് ചെയ്യുവാൻ ആഗ്രഹിച്ചത് തന്റെ ജനത്തിന്റെ ഇടയിൽ ഇറങ്ങി വന്ന് തനിക്ക് വസിക്കത്തക്കവണ്ണം ഒരു കൂടാരം പണിയുക എന്നുള്ളതായിരുന്നു. പ്രൈസ് ഗോഡ്. അതിന്റെ വെളിപ്പാടുകൾ മുഴുവൻ ദൈവം മോശയ്ക്ക് കൊടുക്കുകയായിരുന്നു. ബാക്കി മുഴുവൻ നടന്നതെല്ലാം പ്രാരംഭഭാഗം, അത് കുറഞ്ഞതല്ല, അതെല്ലാം അതിൻ്റെതായ തനിമ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ തന്നെ വിളിച്ചതിന്റെ പിറകിലുള്ള ദൈവത്തിന്റെ മേൽത്തരമായ ഉദ്ദേശം എന്നുള്ളത്, പ്രൈസ് ഗോഡ്, തന്റെ ജനത്തിനിടയിൽ വന്നു ഇറങ്ങി വസിക്കുവാനായിട്ട്, താൻ അവർക്ക് ദൈവവും അതുപോലെ അവർ തനിക്ക് ജനവുമായി തീരുവാനായിട്ട്, പ്രൈസ് ഗോഡ്, അവരുടെ നടുവിൽ ഇറങ്ങി വരുവാനായിട്ട് ഒരു സമാഗമന കൂടാരം പണിയുവാനുള്ള ആലോചനയും വെളിപ്പാടും ദൈവം മോശയ്ക്ക് ആ പർവ്വത മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ വെളിപ്പാടുകളായിരുന്നു പിൻകാലത്ത് മോശ മുഴുവനും ചെയ്തെടുത്തത്. സ്തോത്രം. ഇനി നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പ്രൈസ് ഗോഡ്, അതുകൂടെ പറയാതെ നമ്മുടെ കർത്താവിനെ കുറിച്ച് 2 വാക്ക് പറയാതെ ഞാൻ ഈ ശുശ്രൂഷ അവസാനിപ്പിച്ച എന്റെ ശുശ്രൂഷ ഒരു പരാജയമായിരിക്കും. ഞാൻ അതിലേക്കാണ് പെട്ടെന്ന് നിങ്ങളെ കൊണ്ടുവരുന്നത്. സ്തോത്രം. എന്നാൽ 2 വാക്ക് ഞാൻ യോഹന്നാനെ കുറിച്ച് പറയട്ടെ. പ്രൈസ് ഗോഡ്. യോഹന്നാൻ ഭൂമുഖത്തുള്ള സകല യഹൂദന്മാരെ സ്നാനപ്പെടുത്തിയാലും ഒരിക്കലും യോഹന്നാൻ സ്നാപകനാകില്ലായിരുന്നു. പ്രൈസ് ഗോഡ്. ഇനി ഇസ്രായേലിലുള്ള സകല യഹൂദന്മാരെ യോഹന്നാൻ സ്നാനപ്പെടുത്തിയാലും യോഹന്നാനെ സ്നാപകനാക്കിയത് യോഹന്നാൻ യേശു കർത്താവിനെ സ്നാനപ്പെടുത്തിയത് കൊണ്ടാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ എണ്ണത്തെക്കാൾ ഉപരിയായിട്ട് നമ്മിലുള്ള നിയോഗം നിവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യതയുള്ളത്. സ്തോത്രം. ഇനി എത്ര താൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ യോഹന്നാൻ അനേകരെ സ്നാനപ്പെടുത്തി, പിന്നീട് തനിക്ക് ശിഷ്യന്മാരുണ്ടായി, ആ ശിഷ്യന്മാരെ കൊണ്ട് അനേകരെ സ്നാനപ്പെടുത്തി. പക്ഷെ കർത്താവ് കടന്നു വരുന്നത് തന്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്കല്ല, യോഹന്നാന്റെ അടുക്കിലേക്കായിരുന്നു. പ്രൈസ് ഗോഡ്. ഇനി അത് നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിന്റെ ശുശ്രൂഷ നമുക്ക് 2 തലമായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ ചെയ്തു. ഇതെല്ലാം കർത്താവ് ചെയ്തെങ്കിൽ പോലും കർത്താവ് ലോകത്തിൽ വന്നത് അത്ഭുതങ്ങൾ മാത്രം ചെയ്യുവാനായിരുന്നില്ല. കർത്താവ് ലോകത്തിന് വെളിപ്പെട്ടത് താൻ ചെയ്യേണ്ട ശുശ്രൂഷകൾ തന്റെ ശിഷ്യന്മാരെ കൊണ്ട് കർത്താവ് ചെയ്തിട്ടുണ്ട്, ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട്. താൻ പോകേണ്ടടുത്ത് ശിഷ്യന്മാരെ പലയിടത്തും പറഞ്ഞയച്ചിട്ടുണ്ട്. എന്നാൽ താൻ ലോകത്തിൽ വന്നത്, പ്രൈസ് ഗോഡ്, ആർക്കും തനിക്ക് പകരക്കാരാകുവാൻ പറ്റാതെ വണ്ണം, എന്നാൽ തന്നിലുള്ള
പരിശുദ്ധാത്മാവിലൂടെ മാത്രം ചെയ്തെടുക്കേണ്ട ഒരു ദൗത്യമുണ്ട്. അത് ആരംഭിക്കുന്നത് ഹല്ലേലൂയ ഗെത്ശമന തൊട്ടായിരുന്നു. യേശു കർത്താവ് ഗെത്ശമനയിലേക്ക് പ്രവേശിക്കാത്തിടത്തോളം കാലം സാത്താൻ സുരക്ഷിതനായിരുന്നു. പ്രൈസ് ഗോഡ്. നമുക്കറിയാം മത്തായി 4-ാം അധ്യായം, ലൂക്കോസ് 4-ാം അധ്യായം വായിക്കുമ്പോൾ യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് തൊട്ടു മുന്നേയുള്ള സമയങ്ങളിൽ തിരുവെടുത്ത് പറയുന്നത് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. താൻ 40 ദിനരാത്രങ്ങൾ അവിടെ ഉപവസിച്ചു. ഉപവാസാനന്തരം പരീക്ഷകൻ തന്റെ അടുക്കിലേക്ക് വരികയാണ്. തിരുവഴുത്തിൽ നമ്മൾ ആ 3 പരീക്ഷണങ്ങളെ കുറിച്ച് കാണുന്നുണ്ടെങ്കിലും ഒരു ഭാഗം മാത്രം ഞാൻ പറയട്ടെ. പ്രൈസ് ഗോഡ്. അവിടെ നമ്മൾ കാണുന്നത് പരീക്ഷകൻ തന്നെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ കാണുന്നതൊക്കെയും അതിന്റെ അധികാരവും അതിന്റെ മഹത്വവും എല്ലാം എന്റേതാണ്. I am the custodian. Praise God. They are all delivered into my hands and I give them to whomever I wish to. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനത് കൊടുക്കും. എന്നാൽ നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതെല്ലാം നിന്റേതാകും. എന്തുകൊണ്ടാണ് സർവ്വലോകം മുഴുവൻ അല്ലെങ്കിൽ മുഴുലോകം മുഴുവനും പൈശാചികൻ കർത്താവിന്റെ മുമ്പിൽ ഒരു എക്സ്ചേഞ്ച് ഓഫർ ചെയ്ത് ഓഫറായിട്ട് തരാമെന്ന്, ഒരു ആരാധനയോടുള്ള ബന്ധത്തിൽ നീ എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിന്റേതാകും എന്ന് പറഞ്ഞതിന്റെ കാരണം ഇവിടെയാണ്. ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രതികൂലങ്ങളും പ്രലോഭനങ്ങളുടെ പിറകിലുള്ള ഉദ്ദേശം നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രൈസ് ഗോഡ്. മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ the magnitude of your temptations and challenges will always be in proportion to the magnitude of God's plans on your life. നമ്മുടെ ജീവിതത്തിൽ നമ്മിലുള്ള ദൈവിക നിയോഗത്തിന്റെ ആനുപാതത്തിലാണ് നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ. നാം നേരിടുന്ന വെല്ലുവിളികൾ എത്രത്തോളം വലുതാണോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, ഇതിനേക്കാൾ വലുതെന്തോ എന്റെ അകത്ത് ദൈവം ഇട്ടിട്ടുണ്ട്. The greater is your calling, the tougher will be the challenges. ദൈവിക വിളി വലുതാണോ വെല്ലുവിളി വലുതായിരിക്കും. ദൈവിക നിയമം വലുതാണോ പ്രലോഭനങ്ങൾ വലുതായിരിക്കും. ദൈവിക ഉദ്ദേശം വലുതാണോ ഓഫറുകളും വലുതായിരിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ കർത്താവിന്റെ മുമ്പിൽ ഇവിടെ പരീക്ഷകൻ സർവ്വലോകവും തരാമെന്ന് പറഞ്ഞ് ഒരു വിനിമയമായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ഓഫർ കൊടുത്തതിന്റെ കാരണം ഏകദേശം ഒരു 10-40 ദിവസങ്ങൾക്ക് മുന്നമേ ഇവൻ കേൾക്കുന്നുണ്ട്, ഇതാ ലോകത്തിന്റെ സർവ്വലോകത്തിന്റെയും പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം ഇവർ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുഴുവൻ ലോകവും കർത്താവിന് മുമ്പിൽ വെച്ചപ്പോഴും പ്രൈസ് ഗോഡ് കർത്താവ് സാത്താനെ ഫലസിക്കുക മാത്രമല്ല, ഹല്ലേലൂയ, അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം എന്നുള്ളത്, കർത്താവിന്റെ ശുശ്രൂഷയിൽ കർത്താവ് ക്രൂശിൽ കയറാത്തിടത്തോളം കാലം സാത്താൻ ജയാളിയായിരുന്നു. എന്നാൽ ക്രൂശിക്കലായിരുന്നു സാത്താൻ പരാജയപ്പെട്ടത്. പ്രൈസ് ഗോഡ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ as long as Jesus is not nailed to the cross, Satan was safe. യേശു കർത്താവ് ഹല്ലേലൂയ ഗെത്ശമനയിലേക്കുള്ള പാതാവ് തിരഞ്ഞെടുക്കാത്തിടത്തോളം കാലം കർത്താവ് എത്ര അത്ഭുതങ്ങൾ ചെയ്താലും സാത്താനെ സംബന്ധിച്ച് വിഷയമില്ല. കർത്താവ് വെള്ളത്തിൽ നടന്നതുകൊണ്ട് സാത്താന് നടുക്കമുണ്ടെങ്കിലും പരാജയം ഉണ്ടായിട്ടില്ല. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചപ്പോഴും സാത്താന് ഭയമുണ്ടെങ്കിലും പരാജയം നഷ്ടമുണ്ടായിട്ടില്ല. പ്രൈസ് ഗോഡ്. സാത്താന് നഷ്ടമുണ്ടാക്കിയത് യേശു കർത്താവിന്റെ അനുസരണമായിരുന്നു. 2 മിനിറ്റ് എന്റെ മുന്നിലുണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വേദപുസ്തകത്തിൽ 2 അനുസരണങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയമായ അനുസരണം. ഒന്ന് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ മോറിയ മലയിലെ ദൈവത്തോടുള്ള അനുസരണം. എന്നാൽ മാനവകുലം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അനുസരണം കാൽവറി മലയിലാണ് നമ്മൾ കാണുന്നത്. Come on, praise God. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, അവൻ തന്നെത്താൻ താഴ്ത്തി. പ്രൈസ് ഗോഡ്. വേഷത്തിൽ മനുഷ്യൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി. He carried his obedience until his extreme of his death on the cross. ക്രൂശിലെ മരണത്തോളം തീവ്രതയുള്ള മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. പ്രൈസ് ഗോഡ്. ആ അനുസരണമാണ്, അനുസരണത്തിന്റെ ഉറവിൽ നിന്നാണ് ഇന്ന് ഈ ദിവസങ്ങളെല്ലാം നാം കുടിക്കുന്ന നന്മകൾ മുഴുവൻ. നാം എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നാം നന്മ അനുഭവിക്കുന്നെങ്കിൽ അത് ഭൗമികമോ ശാരീരികമോ മാനസികമോ അല്ലെങ്കിൽ ആത്മീകമായി എന്തെങ്കിലും നന്മ നാം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിക്കുന്നെങ്കിൽ ആ ക്രൂശിലെ കർത്താവിന്റെ അനുസരണത്തിന്റെ ഉറവിൽ നിന്നാണ്. പിളർന്നോരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. പ്രൈസ് ഗോഡ്. കർത്താവ് ക്രൂശിൽ കയറാത്തിടത്തോളം കാലം സാത്താൻ സുരക്ഷിതനായി.
ജീവിതനായിരുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ആ രംഗത്തെ കാണുന്നത് ഇങ്ങനെയാണ്. തന്റെ അനന്തകാല നിത്യതയിൽ താൻ എന്തിനായി പിതാവ് തന്നെ ഭൂമിയിലേക്ക് അയച്ചോ, അനന്തകാല നിത്യതയിൽ നിർണയിക്കപ്പെട്ട മാനവകുലത്തിന്റെ വീണ്ടെടുപ്പിനോട് മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കുമ്പോൾ പൈശാചിക ലോകം മുഴുവനും ആഞ്ഞു പിടിച്ച് കർത്താവിനെ എങ്ങനെയെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് ഒഴിച്ചു വിടുവാനായി ഹല്ലേലൂയ തലകും വിലകും പരിശ്രമിച്ചപ്പോഴും പ്രൈസ് ഗോഡ് അവനെ പടയാളികൾ പുച്ഛിച്ചപ്പോഴും പരിഹസിച്ചപ്പോഴും അവന്റെ ശരീരത്തിൽ ഓരോ അടികൾ, ചാട്ടവാറിന്റെ അടികൾ വന്ന് വീണപ്പോഴും ഹല്ലേലൂയ അടിയേറ്റത് കർത്താവിനാണെങ്കിലും ഒരക്ഷരം പോലും കർത്താവ് പ്രതികരിക്കാതിരുന്നതിന്റെ രഹസ്യം എന്നുള്ളത്, ഓരോ അടി കർത്താവിന്റെ ശരീരത്തിൽ വന്ന് വീണപ്പോഴും മാനവകുലത്തിന് മേൽ പൈശാചിക കെട്ടിയ ഓരോ കെട്ടുകളും വന്ന് പൊട്ടി മാറുകയായിരുന്നു. അവന്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു. ഈ കർത്താവിനെ സേവിപ്പാൻ ലഭിച്ചതാണ് ലോകത്തിലെ സകലത്തെക്കാൾ വലിയൊരു പദവി എന്നുള്ളത്. വിശ്വാസമുള്ള ഒരു കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. come on, രണ്ട് വിട്ട് പോയാൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗോഡ്, come on, ഹല്ലേലൂയ, 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 പ്രൈസ് ഗോഡ്. come on, come on, കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിലും ദൈവം ശുശ്രൂഷയെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു തലമുണ്ട്. നമുക്കൊക്കെ പകരക്കാരായി ശുശ്രൂഷിക്കാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. എന്നാൽ പകരക്കാരായി ഞാൻ പോകേണ്ടടുത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റും, നിങ്ങൾ ചെയ്യേണ്ടത് എനിക്കും ചെയ്യുവാൻ സാധിക്കും. പക്ഷെ ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ നമുക്ക് ആർക്കും പകരക്കാരായി പോകാൻ പറ്റാതെ അവനവൻ മാത്രം ചെയ്യേണ്ട ദൗത്യത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുപോകുന്ന ഒരു തലമുണ്ട്. അവിടെയാ ഞാനും നിങ്ങളും പൈശാചികൻ ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നത്. As long as you are on the primary phase, Satan is not bothered about you. But the moment when you recognize being led by the Holy Spirit into the higher phase of your calling, that's where you become a direct threat to the kingdom of Lucifer. Hallelujah. ഏലിയാവ് സഞ്ചരിച്ചത് അവിടെയായിരുന്നു. മോശ സഞ്ചരിച്ചത് അവിടെയായിരുന്നു. ദൈവഭക്തന്മാർ സഞ്ചരിച്ചത് അവിടെയായിരുന്നു. പൗലോസ് സഞ്ചരിച്ചത് അവിടെയായിരുന്നു. യോഹന്നാൻ സഞ്ചരിച്ചത് അവിടെയായിരുന്നു. നമ്മുടെ സ്വീറ്റ് ജീസസ്, നമ്മുടെ മാധുര്യവാനായ രക്ഷിതാവായ യേശു കർത്താവ് സഞ്ചരിച്ചതും അവിടെയായിരുന്നു. Come on, hallelujah. ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളുടെ ദൈവത്തിലേക്ക് ആഗ്രഹമാക്കാമോ? ഹല്ലേലൂയ. മാനിടാതെ നിമ്മൊഴിയിൻ പാതയിൽ ഞാനോടിയൻ ലക്കിലെത്തി നൽവിരുത് പ്രാപിക്കും ജീവാന്ത്യത്തിൽ സ്വർഗീയന്മാർ കിപ്പുരിയിൽ ആശിപ്പാൻ എന്തുള്ളപ്പാ സ്വർഗീയമാ സൗഭാഗ്യങ്ങൾ അപ്പുരേ ഞാൻ കാണുന്നേ. കാത്തു കാത്തു നിൽക്കും